നമസ്കാരം. ലോകം അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ മുൾമുനയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ജീവിതത്തിൽ എന്താണ് മുന്നോട്ട് സംഭവിക്കുവാൻ പോകുന്നതെന്ന് പലർക്കും സംശയമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ 2026 മേടവിഷു സംക്രമം ഒരു പുതിയ തുടക്കത്തിൻ്റെ സൂചന മാത്രമല്ല, ഗ്രഹങ്ങളുടെ ശക്തമായ സന്ദേശവും കൂടിയാണ്. അപ്പോൾ ഈ വിഷുവിൻ്റെ പൊതുവായ വിഷുഫലവും ആർക്കാണ് ഭാഗ്യം, ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നതൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ലളിതമായിട്ട് നിങ്ങൾക്കായിട്ട് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. രാശിചക്രത്തിൻ്റെ അവസാന ഘട്ടമായ മീനം രാശിയെ നോക്കിയാൽ അറിയാം, അവിടെ ആഗ്നേയ സ്വഭാവമുള്ള ഗ്രഹങ്ങളുടെ ഒത്തുചേരലിൽ ഒരു അഗ്നിമാരുത യോഗം ആയിട്ടാണ് നിന്നിരുന്നത്. അഗ്നിയും കാറ്റും ഒന്നിക്കുന്ന പോലെ അതിവേഗമായ മാറ്റങ്ങളും അസ്ഥിരതയും കൂടിയ സമയമായിരുന്നു കഴിഞ്ഞുപോയത്. അതായത് ഗ്രഹങ്ങളെല്ലാം അനിഷ്ടപ്രദരായാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. ലോകതലത്തിൽ ഇത് ചില പ്രകൃതി വ്യതിയാനങ്ങൾക്കും അപ്രതീക്ഷിത സംഭവങ്ങൾക്കുമൊക്കെ കാരണമായി. നമുക്കറിയാം, യുദ്ധക്കെടുതികളാൽ ലോകം മൊത്തം വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. അഗ്നിയും കാറ്റും ഒന്നിച്ച് മിസൈലുകളും ആൾനാശവുമൊക്കെ ഒരുപാടുണ്ടായി. ലോകതലത്തിൽ ഇത് ചില പ്രകൃതി വ്യതിയാനങ്ങൾക്കും അപ്രതീക്ഷിത സംഭവങ്ങൾക്കുമൊക്കെ കാരണമാക്കുകയും ചെയ്തു. വ്യക്തിജീവിതത്തിൽ ചിലർക്കിത് വലിയ മുന്നേറ്റത്തിനുള്ള ഊർജം നൽകുമ്പോൾ ചിലർക്ക് മാനസിക സമ്മർദ്ദവും അധീരതയും ഉണ്ടായേക്കാം. മേടവിഷു സംക്രമത്തിലുണ്ടായ ഏറ്റവും വലിയ ആശ്വാസം എന്നത്, ഈ ചില ഗ്രഹങ്ങൾ അനിഷ്ടരാശികളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രവി തൻ്റെ ഉച്ചരാശിയിലേക്ക് എത്തുന്നത് ഈ അവസ്ഥയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് നെഗറ്റീവ് സ്വാധീനങ്ങളെ കുറയ്ക്കുകയും ജീവിതത്തിലൊരു സ്ഥിരതയും വ്യക്തതയും നൽകുകയും ചെയ്യും. അതായത് ഈ വിഷുവിൽ ചില രാശിക്കാർക്ക് സാമ്പത്തിക നേട്ടവും പുതിയ അവസരങ്ങളും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് ഈ സമയം നല്ല ഫലങ്ങൾ നൽകും. എന്നാൽ ചിലർക്ക് തീരുമാനങ്ങളിൽ ശ്രദ്ധിക്കണം, ആവേശം കുറച്ച് നിയന്ത്രിക്കുകയും വേണം. അപ്പോൾ മേടവിഷു സംക്രമം നടക്കുന്നത് കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1, അതായത് 14/4/2026 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ കുംഭക്കൂറിൽ കൃഷ്ണപക്ഷ ദ്വാദശി തിഥി സുരഭികരണം ശുഭനാമ നിത്യയോഗം എന്നിവ കൂടിയ സമയം ഭൂമി ഭൂതോദയം കൊണ്ട് മേടവിഷു സംക്രമം. ഇതിൽ മേടസംക്രമം ആരാധ്യമൻ ചൊവ്വയാകയാൽ കലഹം ഫലം, സംക്രമം പൂർവാന്നമാകയാൽ രാജാക്കന്മാർക്ക് നാശം ഫലം, സംക്രമം പകലാകയാൽ അർത്ഥനാശവും കലഹവും ഫലം, സംക്രമം ചതയ നക്ഷത്രത്തിലാകയാൽ അതിവർഷവും കുൽസിത ധാന്യങ്ങൾക്ക് വർധനയും ഫലം, സംക്രമ സമയത്ത് വേലിയിറക്കമാകയാൽ ദുർഭിക്ഷയും അല്പവർഷവും ഫലം, സംക്രമം ദ്വാദശി തിഥിയിലാകയാൽ കാലോചിത വർഷവും തസ്കരഭയവും ഫലം, സംക്രമം പന്നികരണമാകയാൽ അത്യന്തം വർഷക്കുറവും പ്രജകൾക്ക് വളരെ ആപത്തുക്കളും ഫലം, സംക്രമം ഇടവം രാശി മേരത്താകയാൽ ബഹുവർഷവും സസ്യസമൃദ്ധിയും ഫലം, സംക്രമം ശുഭനാമനിത്യയോഗത്തിലാകയാൽ സുഖവും ധനവും ഫലം, സംക്രമം കുംഭക്കൂറിലാകയാൽ സസ്യനാശം ഫലം, മേടസംക്രമം ഭൂമി ഭൂതോദയമാകയാൽ സകല സാധനങ്ങൾക്കും സമൃദ്ധിയും സസ്യസമൃദ്ധിയും സുഖവും ഫലം. അപ്പോൾ ഒരു മിശ്രഫലങ്ങളാണ് ഈ ഒരു ആചാര്യന്മാർ നമുക്ക് പറഞ്ഞ സൂചനകളിലൂടെ മനസ്സിലാക്കുന്നത്. മനുഷ്യർക്ക് ഉണ്ടാകുന്ന വിഷുഫലത്തെ അറിയുവാനായിട്ട് നക്ഷത്രങ്ങളെ, അതായത് സംക്രമ നക്ഷത്രം തുടങ്ങി നക്ഷത്രങ്ങളെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം ഇങ്ങനെ തിരിച്ച് പറയുന്ന രീതിയാണ് ആചാര്യന്മാർ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുഫലം പറയുമ്പോൾ ഇവിടെ ചതയം നക്ഷത്രത്തിലാണ് വിഷു സംക്രമം നടന്നത്. അതുകൊണ്ട് തന്നെ ചതയം, അവിട്ടം, പൂരുരുട്ടാതി, ആദിശൂലം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ധനനാശവും രോഗാപത്തുകളും വ്യയവും ഫലം. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, ആദിഷട്കം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സർവാഭിഷ്ടസിദ്ധിയും സത്കീർത്തിയും ഫലം. മകയിരം, തിരുവാതിര, പുണർദം, മധ്യശൂലം നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ബന്ധുനാശം, സ്വജനവിരോധം, അപമാനം, മനക്ലേശം എന്നിവയും. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, മധ്യഷട്കം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ലോകബഹുമാനാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും വിശേഷ വസ്ത്രാഭരണാദികളും ഫലം. ചിത്തിര, ജ്യോതി, വിശാഖം, അന്ത്യശൂലം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആയുധം കൊണ്ടും പശു, പക്ഷി മുതലായവ കൊണ്ടും ദേഹത്തിൽ മുറിവുണ്ടാവുകയും രോഗാപത്തുകൾ അനുഭവപ്പെടുകയും ചെയ്യും. അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അന്ത്യഷട്കം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനനേതൃത്വവും മേലധികാരികളുടെ പ്രീതിയും അധികാരപ്രാപ്തിയും സുഖവും ഫലം. ഇങ്ങനെ ആചാര്യന്മാർ പറഞ്ഞ രീതി അനുസരിച്ച് നമുക്ക് വിഷുഫലം ക്രോഡീകരിച്ച് പറയാവുന്നതാണ്.
എന്നിരുന്നാലും അവരവരുടെ ജാതകത്തിൽ ദശാപഹാര കാലങ്ങളും അതുപോലെ തന്നെ ഈ ചാരവശാൽ ഗ്രഹങ്ങളുടെ മാറ്റം ഉണ്ടാകുമ്പോൾ ഉള്ള ഫലങ്ങളുമൊക്കെ യോജിപ്പിച്ച് വേണം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങൾ പറയുവാനെന്ന് മനസ്സിലാക്കണം. ഓരോ രാശി ഫലങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതിപാദിക്കാം. ചുരുക്കത്തിൽ ഇതിൽ ദോഷഫലങ്ങൾ പറഞ്ഞവർക്ക് കൃഷ്ണ ഭഗവാനെയും അതുപോലെ തന്നെ ശിവഭഗവാനെയും ഒക്കെ ഭജിച്ച് വേണ്ട നമശിവായ മന്ത്രമൊക്കെ ചൊല്ലി ദോഷങ്ങൾ ലഘൂകരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്കറിയാം, മനുഷ്യജന്മം ഒരു അപൂർവ സൗഭാഗ്യമാണ്. ഈശ്വരനെ അറിയാനുള്ള വിവേകം മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. ഈ ഒരു വിവേകശക്തി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന ദോഷത്തെ മനസ്സിലാക്കി അതിനെ ലഘൂകരിക്കുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ മനസ്സിലാക്കി വേണ്ടതൊക്കെ ചെയ്തു കൊള്ളണം. ഈ ഒരു സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് വിഷുവിനെ നമ്മൾ കാണേണ്ടത്. വിഷുദിനത്തിൽ സൂര്യകിരണങ്ങൾ ഏറ്റവും സമൃദ്ധമായി ഭൂമിയിൽ പതിക്കും. പ്രകൃതിയിലും മനുഷ്യ ശരീരങ്ങളിലും മനോബുദ്ധി മണ്ഡലങ്ങളിലും ക്രിയാത്മകമായ സ്വാധീനമാണ് അതുണ്ടാക്കുന്നത്. മനസ്സ് നേരായ രീതിയിൽ ചലിക്കാനുള്ള ശക്തി നൽകുന്നു. മനസ്സാണ് സുഹൃത വികൃതങ്ങൾക്ക് പ്രേരകമാവുന്നത്. മനസ്സിൻ്റെ കൃപ ജപിച്ചാൽ എല്ലാം നന്നാവുകയും ചെയ്യും. വിഷുക്കണി എന്നത് മംഗളകരമായ വസ്തുക്കളുടെ അപൂർവ സമ്മേളനമായത്. ശുഭമായത് ദർശിച്ച് ഒരു വർഷം ആരംഭിക്കുക എന്നതാണ് കണിയുടെ ലക്ഷ്യം. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകണി ഒരുക്കി ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ഒക്കെ ഓർമ്മകൾ പുതുക്കി വിഷുവിനെ നമുക്ക് വരവേൽക്കാം. എല്ലാ തരത്തിലും മനുഷ്യജീവിതത്തിൻ്റെ വിഭിന്ന മേഖലകളെ സ്വാധീനിക്കുന്ന ഉദാത്ത ആശയങ്ങൾ നിറഞ്ഞ ഉത്സവമാണ് വിഷു. സകലർക്കും സന്തോഷവും സമൃദ്ധിയും സൗഭാഗ്യങ്ങളും സമ്മാനിക്കുന്ന വിഷു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനമാക്കി മാറ്റുവാൻ നമുക്ക് പ്രയത്നിക്കാം. നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാവാം. ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിഷുവിന് ശേഷമുള്ള മാസങ്ങളിൽ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ട് വരുന്നു. കുജനും ശുക്രനുമൊക്കെ തൻ്റെ സ്വക്ഷേത്രങ്ങളിലേക്കും അതുപോലെ തന്നെ ജൂൺ 2 വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കും എത്തുന്നു. കർക്കിടകത്തിലെ വ്യാഴം ഭൂമിയിലേക്ക് അതിശക്തമായ വ്യാഴബലമെത്തിക്കും. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായതിനാലാണിത്. വ്യാഴത്തിൻ്റെ ശക്തി ഭൂമിയിൽ കൂടുതലായി എത്തുമ്പോൾ സൽക്കർമ്മങ്ങൾ കൂടും, ആപത്തുകളൊക്കെ അകലും. ലോകത്തിന് അനുഗ്രഹം ചൊരിയാനായിട്ട് ഗ്രഹങ്ങൾ വരുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 1201 മേടം മുതൽ ഒരു വർഷത്തേക്ക് ഓരോ രാശിജാതർക്കും അനുഭവപ്പെടുന്ന ഫലങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. ഓരോ രാശിജാതരും ഏതെല്ലാം രീതിയിലാണ് ഈ ഗ്രഹചാരങ്ങളെ അനുകൂലപ്പെടുത്തുകയും അതുപോലെ തന്നെ അവർക്ക് ദോഷം വരുന്നതിനെ ഏത് രീതിയിൽ അവർ ഏതെല്ലാം ഈശ്വര പ്രാർത്ഥനകളിലൂടെ അനുകൂലമാക്കി എടുക്കാമെന്നുമൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.